ദേവിയെ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സംതൃപ്തി എന്നത് നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇപ്പം എനിക്ക് ദേവിയെ ഉപാസിക്കുന്നതാണ് ശരിയെങ്കിൽ വേറൊരാൾക്ക് മഹാദേവനെ ഉപാസിക്കുന്നതായിരിക്കും, വേറൊരാൾക്ക് മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഹൈന്ദവ സംസ്കാരത്തിൽ 30 കോടി ദേവകളുണ്ട്. ഈ കാണുന്നതെല്ലാം ദേവീദേവന്മാരാണ്. ഈ കാണുന്ന സർവ്വചരാചരങ്ങളിലും ദേവി ചൈതന്യമുണ്ട് എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഈ ഒരുപാട് ഭാവങ്ങളിലും രൂപങ്ങളിലും ഒക്കെ നമുക്ക് ആരാധിക്കേണ്ടി വരുന്നത്. ഈ സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്നതെല്ലാം സാക്ഷാൽ ബ്രഹ്മമാണ്, അതൊന്നാണ് എന്ന ഭാവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ശിവനെ ചവിട്ടി നിൽക്കുന്ന ഭദ്രകാളിയായാലും ചിരിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഭദ്രകാളിയായാലും എല്ലാം ഒരേ ഭാവമാണ്, ഒരേ ദേവിയാണ്, ഒരേ ചൈതന്യമാണ്. അങ്ങനെ ഏത് രൂപത്തിലുള്ള ഫോട്ടോ വെച്ച് ആരാധിക്കുന്നത് കൊണ്ടും യാതൊരു ന്യൂനതയും വരാനില്ല.